സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ മെർജിംഗ് പോയിന്റ് എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഹൈവേയിലോട്ട് എങ്ങനെ ഏത് ഭാഗത്തുനിന്ന് കയറാൻ പറ്റും ഇറങ്ങാൻ പറ്റും, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാമനാട്ടുകര മുതൽ അരീത്തോട് ഭാഗം വരെ മെർജിംഗ് പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗം വരെയാണ് അന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് പിടിച്ചോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങിക്കോളൂ. അടുത്ത മെർജിംഗ് പോയിന്റ് വരുന്നത് കൊളപ്പുറത്താണ്. കൊളപ്പുറം ഇവിടെ നിന്നാണ് എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെർജിംഗ് പോയിന്റിന് മുമ്പിലൊക്കെ സൈൻ ബോർഡ് വരുന്നതാണ്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. വലിയ സ്ഥലങ്ങളുടെ പേര് മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ. ചെറിയ സ്ഥലങ്ങളുടെ പേരൊന്നും ആ മെയിൻ ഹൈവേയിലുള്ള സൈൻ ബോർഡിൽ ഉണ്ടാകില്ല. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ട്, അതേപോലെ മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക. അതേപോലെ കാലിക്കറ്റ് എയർപോർട്ട്, കുന്നുംപുറം, വേങ്ങര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഹൈവേയിലോട്ട് കയറേണ്ടത് കൊളപ്പുറം ഓവർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഓവർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻട്രിയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം പല ആളുകളും തോന്നിയ പോലെയാണ് എക്സിറ്റും എൻട്രിയൊക്കെ ഉപയോഗിക്കുന്നത്. അത് റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകളും, പിന്നെ അതങ്ങനെ പോകാൻ പറ്റുള്ളൂ. ചില സ്ഥലത്തൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ. പക്ഷേ റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ എക്സിറ്റിൽ നിന്ന് എൻട്രി ആകരുത്, എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ആകരുത്. എക്സിറ്റിനായിട്ടും എൻട്രിക്കായിട്ടും മാത്രം ഉപയോഗപ്പെടുത്തുക. കൊളപ്പുറം അത്താണിയിലുള്ള മെർജിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓവർപാസ് കഴിഞ്ഞ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചൈനേജ് നമ്പർ 276 ഈ ഭാഗത്ത് ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. പൊന്നാനി, എടപ്പാൾ, തൃശ്ശൂർ, കുറ്റിപ്പുറം, കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ആവുക. ഇവിടെ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ കയറുന്നത് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം, കോട്ടക്കൽ, പൊന്നാനി ഭാഗത്തുനിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ കൊളപ്പുറം ഓവർപാസിൻ്റെ മുകളിലൂടെ കുന്നുംപുറം റോഡിലോട്ട് കയറേണ്ടതാണ്. അങ്ങനെയാണ് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകേണ്ടത്. ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കുറേ വഴികളുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ 3 ഭാഗത്താണ് നല്ല രീതിയിൽ പണികൾ നടക്കാനുണ്ടായിരുന്നത്. അതിൽ 2 സ്ഥലത്ത് പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കാക്കഞ്ചേരി ഭാഗത്ത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തലപ്പാറ പണികൾ കഴിഞ്ഞു, മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കാം. കാരണം പണികൾ മൊത്തം കഴിഞ്ഞോട്ടെ, മറ്റേത് എപ്പോഴെപ്പോഴും കാണിക്കുമ്പോൾ നമുക്ക് ബോറാകും. അപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ഹെവി ട്രാഫിക്. അപ്പോൾ നമ്മളെ വെങ്ങളം കഴിഞ്ഞ് കോരപ്പുഴ പാലം കഴിഞ്ഞതിന് ശേഷം മെയിൻ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയെന്നുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ, മലാപ്പറമ്പ് ചെറിയൊരു ട്രാഫിക് മുഷ്കിലുണ്ട്. അത് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു ട്രാഫിക് വരുന്നത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു കൂരാട് ഭാഗത്ത് മാത്രമാണ്. അതായത് കോഴിക്കോട് ബൈപ്പാസിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വാഹനം ഓടിച്ച് പോരാൻ പറ്റും. അതേപോലെ മലപ്പുറം ജില്ല രാമനാട്ടുകര ആ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗം വരെ, അതായത് ഈ ഒരു കൂരാട് പാടം വരെ നമുക്ക് അടിപൊളിയായിട്ട് 6 വരിയിലൂടെ വാഹനം ഓടിച്ച് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ള ട്രാഫിക് എന്താ വെച്ചാൽ അവിടെ ചെറുതായിട്ട് ഡ്രെയിനേജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്, മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പം ആ ഒരു അണ്ടർപാസിനടിയിലൂടെ വാഹനങ്ങൾ ഇപ്പുറത്തേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ മെയിൻ ഹൈവേയിലുള്ള വാഹനങ്ങൾ അവിടെ ചെറുതായിട്ട് സ്ലോ ആവുകയാണ്. അതായത് ക്രഷറിന്ന് വലിയ ലോറികളും ബസ്സുകളൊക്കെ പോകുമ്പോൾ മെയിൻ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ മെല്ലെയാണ് പോകുന്നത്. ഏതായാലും താമസിയാതെ ഈ ഒരു ഭാഗത്തെ പണികൾ കൂടി തീർന്നു കണ്ടെങ്കിൽ കോട്ടക്കൽ ഭാഗം വരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് തലപ്പാറ, അതേപോലെ കാക്കഞ്ചേരി എന്നീ ഭാഗത്തെ പണികൾ നല്ല വേഗത്തിലാണ് കഴിഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഈ ഒരു കൂരാട് പാടത്തെ പണികളും തീർക്കുന്നതായിരിക്കും. അണ്ടർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് DBMൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത എൻട്രിയും എക്സിറ്റും വരുന്നത് ഈ ഒരു കൂരാട് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷമാണ്. മലപ്പുറം, കൂരാട്, കുന്നുംപുറം, കൊളപ്പുറം, കാലിക്കറ്റ് എയർപോർട്ട് എന്നീ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ടത് ഇവിടെ നിന്നാണ്. ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ, മേജർ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവില്ല. അതേപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മലപ്പുറം, വേങ്ങര, മഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അണ്ടർപാസിൻ്റെ അടിയിലൂടെ യൂട്ടേൺ എടുത്തിട്ട് ഇങ്ങനെ വലതുവശം ചേർന്ന്, അതായത് മലപ്പുറം റൂട്ടുമ്പോൾ കൂടെ അങ്ങനെ പോകുക. അപ്പോൾ മേജർ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് എവിടെയും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ കുറ്റിപ്പുറം, കോട്ടക്കൽ, പൊന്നാനി, തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മലപ്പുറം, മഞ്ചേരി, വേങ്ങര എന്നീ ഭാഗത്തേക്ക് പോകാൻ ഈ ഒരു പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ, അതായത് പാലം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകുക. പാലത്തിൻ്റെ 2 സൈഡിലും ഇരുവശത്തും
എക്സിറ്റും എൻട്രി ഉണ്ടാകും. ഒരു സൈഡിൽ എക്സിറ്റും ഒരു സൈഡിൽ എൻട്രിയും, അതേപോലെ മറ്റേ സൈഡിലും ഒരു സൈഡിൽ എക്സിറ്റും ഒരു സൈഡിൽ എൻട്രി ഉണ്ടാവും. കാരണം മേജർ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ടാണ്. അതേപോലെ കക്കാട്, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റിൽ നിന്ന് ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ എങ്ങനെ പോവുക. ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ ഓവർപാസിൻ്റെ മുകളിലൂടെ വലതുവശം ചേർന്ന് അങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ തിരൂരങ്ങാടി, ചമ്മാട് എന്നീ ഭാഗത്തെത്തും. അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അടുത്ത മെർജിങ് വന്നിട്ടുള്ളത്. ഇവിടെ കക്കാട്, പരപ്പനങ്ങാടി, ചമ്മാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കക്കാട്, മമ്പുറം, മക്കാം, ചമ്മാട്, പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് എക്സിറ്റും എൻട്രിയൊക്കെ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങണം, ഇവിടെ നിന്ന് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ മെർജിങ് മാർക്കിങ് കഴിഞ്ഞപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആവർത്തിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചില ആളുകൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടാകും. പിന്നെ സുഹൃത്തുക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കണ്ടിന്യൂ ലൈനുള്ള സ്ഥലത്ത്, അതായത് സൂപ്പർ എലിവേഷൻ ഡിസൈൻ അതേപോലെ മെർജിങ് പോയിന്റ് ഉള്ള ഭാഗത്തൊക്കെ കണ്ടിന്യൂ ലൈൻ ആയിരിക്കും. ഇവിടെ നിന്ന് ലൈൻ ചേഞ്ച് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ പാടുള്ളതല്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ എക്സിറ്റ് ആകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു സൈൻ ബോർഡ് കണ്ടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാന ട്രാക്കിലേക്ക് വരിക. എന്നിട്ട് ഈ ഒരു ഡോട്ട് കാണുന്ന ഭാഗത്തേക്കണേ, ഈ ഡോട്ട് കാണുന്ന ഭാഗത്തു നിന്ന് മാത്രമാണ് നിങ്ങൾ ഈ എക്സിറ്റ് ഈ പാതയിലോട്ട് മാറേണ്ടത്. അതേപോലെ എൻട്രി ആകുമ്പോഴും ഈ ഒരു കണ്ടിന്യൂ ലൈനുള്ള സ്ഥലത്ത് നിന്ന് ഒരിക്കലും നിങ്ങൾ മെയിൻ ഹൈവേയിലോട്ട്, അതായത് ട്രാക്കിലോട്ട് മാറരുത്. അതായത് എൻട്രി ആയതിനു ശേഷം ഒറ്റയടിക്ക് ഫൈനൽ ട്രാക്കിലേക്ക് വരരുത്. ആ കറക്റ്റായിട്ടുള്ള ലൈന് തകണ്, ആ ലൈനിൽ കൂടെ മാത്രം പോയിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഡോട്ട് കാണാൻ പറ്റുന്നത്, അതായത് കണ്ടിന്യൂ ലൈൻ അല്ലാത്ത ഡോട്ട് കാണുമ്പോൾ മാത്രം നിങ്ങൾ ട്രാക്കിലോട്ട് കയറാൻ പാടുള്ളൂ. അതായത് ഒറ്റടിക്ക് 3ാമത്തെ ട്രാക്കിലോട്ട് കയറരുത്, അത് അപകടം വിളിച്ചു വരുത്തും. പിന്നൊരു മെർജിങ് വന്നിട്ടുള്ളത്, ഇത് പുതുതായി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മെർജിങ് ഉണ്ടായിരുന്നില്ല. വെന്നിയൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, വെന്നിയൂർ, താനൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തു നിന്നാണ് എക്സിറ്റ് ആവേണ്ടത്. ഈ വളവിലാണ് എക്സിറ്റ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അവിടെ ഒരു എൻട്രിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്നിയൂർ, താനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ഹൈവേയിലോട്ട് കയറാനുള്ള എളുപ്പമാർഗ്ഗം ഇതാണ്. ഈ കാണുന്ന എൻട്രി പോയിന്റിൽ നിന്ന് എളുപ്പത്തിൽ എൻട്രി ആകാൻ പറ്റുന്നതാണ്. അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മെർജിങ്ങിൽ ചില സ്ഥലത്തൊക്കെ മാറ്റം വരുന്നതാണ്. അത്തരത്തിൽ മാറ്റം വന്നതാണ് ഈ ഭാഗത്ത്. കണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയറൊക്കെ പൊട്ടിച്ചിട്ടാണ് 2ാമത് എക്സിറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ കണ്ടിന്യൂ ലൈനാട്ടോ. പിന്നെ സുഹൃത്തുക്കളെ, ലൈൻ മാർക്ക് ചെയ്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വാഹനം ഓടിച്ച് പോകാനാണ്. അല്ലാതെ ലൈന് ഒരു ടയർ അപ്പുറത്തും ഒരു ടയർ അപ്പുറത്തും അയക്കേണ്ട വാഹനം ഓടിക്കാനല്ല ലൈന് മാർക്ക് ചെയ്തിട്ടുള്ളത്. പല ആൾക്കാരും തോന്നിയ പോലെയാണ്. ഇപ്പം തന്നെ ശീലിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവുള്ളൂ. ഏതായാലും പേടിക്കേണ്ട, ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കുന്നൊരു പരിപാടി ഉണ്ട്. അതൊന്ന് സ്ട്രോങ് ആക്കിയാൽ മതി. സർക്കാരിന് നല്ല ഫണ്ടും കിട്ടും, ഖജനാവ് നിറയും, കടങ്ങൾ തീരും, എല്ലാം കൊണ്ടും റാഹത്താകും. വെന്നിയൂർ കഴിഞ്ഞ് അടുത്ത മെർജിങ് വന്നിട്ടുള്ളത് പൂക്കിപ്പറമ്പാണ്. പൂക്കിപ്പറമ്പ് ഒരു എക്സിറ്റും ഒരു എൻട്രിയാണ് വന്നിട്ടുള്ളത്. വെന്നിയൂർ, താന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈവേയിലോട്ടൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിൽ VMS ബോർഡ് അതേപോലെ ലൈറ്റ് തെളിയിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലില്ലായിരുന്നു, ആകെ 5 മിനിറ്റ് കത്തിച്ചിട്ടുള്ളൂ. ഏതായാലും അടുത്തൊരു ദിവസം കത്തിക്കും, അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാം. പിന്നെ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വെന്നിയൂർ, കരിമ്പിൽ, താനൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂക്കിപ്പറമ്പുള്ള ഈ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റുന്നതാണ്. കണ്ടങ്ങളെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രാഫിക് വയലേഷൻ കാണാൻ പറ്റും. പക്ഷേ സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ സർവീസ് റോഡിലും മറ്റൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് സർവീസ് റോഡിൽ വന്നിട്ട് വാഹനങ്ങൾ ഇവിടെ നിന്നാണ് മെയിൻ ഹൈവേയിലോട്ട് കയറുന്നത്. പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾ ആ കാറ് കണ്ടില്ല, ഈ കാറ് കണ്ടില്ല, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പണികൾ കഴിഞ്ഞ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രത്യേകം എടുത്തു പറയാം. അപ്പം മാഹി ബൈപ്പാസിൽ നമ്മൾ ട്രാഫിക് വയലേഷൻ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ചെയ്യാനുണ്ടാകും. പിന്നെ പണ്ട് ഞങ്ങളെ നാട്ടിൽ കേട്ടോ, നിങ്ങളെ നാട്ടിൽ എന്തുണ്ടെന്നോ അറിയില്ല, കട്ട സെവൻസ് അതേപോലെ ലോക്കൽ സെവൻസിൽ ടൂർണമെൻറ്റിലൊക്കെ ഒരു ടീം എല്ലാ ടൂർണമെൻറ്റിലും പേര് കൊടുക്കുകയും ചെയ്യും, തോൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാർ പറയും,
ഗാർഡിയോള വന്ന് കോച്ചിങ് നടത്തിക്കാന്നുണ്ടെങ്കിലും ഈ ടീം നന്നാവില്ല. അതേപോലെ അസ്രായേൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. മരണസമയത്ത് നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന കാലൻ വന്നിട്ട് നമ്മളോട് നേരിട്ട് ഇങ്ങനെ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ആളുകളാണ് നമ്മളെ നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഗാർഡിയോള വന്ന് കോച്ചിങ് നടത്തിയാലും ഈ ടീം നന്നാൻ പോണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് പറയാൻ വിട്ടു. ഇതോടെ ഞങ്ങൾ കോയിച്ചന ഈ ഭാഗത്തൊക്കെ BC ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട്. മീഡിയയിലുള്ള ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. എന്താ സുഗന്ധര സുഹൃത്തുക്കളെ, ആ കൂരിയാടാണ്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കോട്ടക്കൽ മമ്മാലിപ്പടി വരെ അതിൻ്റെ അപ്പുറത്തേക്കും പോകുന്ന ആൾക്കാരുണ്ട്. എന്തോ ഒരു സുഖമായിട്ടപ്പോൾ ആൾക്കാർ പോണവരോ. ഇവിടെയൊക്കെ പണികൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അതായത് ആ ഡ്രെയിനേജിൻ്റെ പണികളും കുറച്ച് പാറ പൊട്ടിക്കുന്ന പണികളൊക്കെ ബാക്കിയുണ്ട്. ഇതാണ് പാലച്ചിറമാട് ഓവർപാസ്. ഇവിടെയൊക്കെ BC ചെയ്തിട്ടുണ്ട്. എന്താ സുഗന്ധരോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഇതിലൂടെ നല്ല സുഖമായിട്ട് പോയിരുന്നു. പക്ഷെ നമ്മൾ മാത്രമായിരുന്നു പോയിരുന്നത്. ഇന്ന് ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. കണ്ടങ്ങൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കണ്ട പോണേ. ദീർഘദൂര യാത്രക്കാരും അതേപോലെ കാറിലുള്ള ആൾക്കാരൊക്കെ എന്തോ ഒരു ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിലൂടെ ഓല് പോയപ്പോൾ നല്ല ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടങ്ങൾ എന്താ സുഖം, ചീറിപ്പാഞ്ഞാൽ പോകണ്ടേ. അടുത്ത മെർജിങ് വരുന്നത് ഇവിടെയാണ് മമ്മാലിപ്പടി. ഇത് പിന്നെ പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. കോട്ടക്കൽ, മലപ്പുറം, തിരൂര്, മലപ്പുറത്തേക്ക് ഇവിടുന്നൊക്കെ പോട്ടോ. അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തിരൂര്, കോട്ടക്കൽ, മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ വലത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ തിരൂര്, ഇടത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ സംസ്ഥാന പാതയിലൂടെ ഇടത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ കോട്ടക്കൽ, മലപ്പുറം റോട്ടിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അവിടെയൊക്കെ ബോർഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഈ കോട്ടക്കൽ ബൈപ്പാസിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അടിച്ച് മിന്നിയ പോകുന്നത്. അപ്പുറത്ത് കൂടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഏതായാലും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഒരു 3 ആഴ്ച മുമ്പാണ് നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തത്. അവിടെ ഈ ഭാഗത്തൊക്കെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ പറയണ്ടായിരുന്നു, നല്ല മാറ്റമാണ് കോട്ടക്കൽ ബൈപ്പാസിൽ. കാരണം എന്താ പറയുക, ഇവർക്ക് ഈ KNR കമ്പനി, നമ്മളെപ്പോഴും KNRൻ്റെ പോരിഷ് എങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് പറ്റില്ല. നല്ല ഫീഡ്ബാക്കുള്ള, അതായത് നല്ല റെക്കോർഡുള്ള കമ്പനിയാണ് ഈ ഒരു KNR കമ്പനി. കാരണം ഇവർ ഡെഡ് ലൈൻ്റെ മുമ്പ് എല്ലാ സ്ഥലത്തും പണികൾ തീർക്കാറുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ള സ്ഥലം ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇത്ര ബുദ്ധിമുട്ടുള്ള കട്ട് ആൻഡ് ഫില്ല്, ഇത്ര ബുദ്ധിമുട്ടുള്ള ഈ ഭാഗമൊക്കെ ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കാരണമാക്കി കൂട്ടാൻ പറ്റില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൻകിട കമ്പനികളാണ്, ഇതൊരു മത്സരമാണ്. അതായത് ഇതൊരു വലിയൊരു സംരംഭം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കമ്പനി മോശമാകാൻ പാടില്ല എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വേഗത്തിലാണ് KNR 1ഉം 2ഉം റീച്ചിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കമ്പനികളെ പോലെയല്ല. ഗുഡ്വിൽ, അതായത് ആ ഒരു നല്ല പേരുണ്ടല്ലോ, നല്ല പേര് കളയാൻ KNR കമ്പനി ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് നല്ല വേഗത്തിലാണ്. പണിക്കാരൊക്കെ നല്ല പ്രഷറാണ്. പ്രഷർ മീൻസ് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. അതായത് സൂപ്പർവൈസർമാരൊക്കെ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട് പണിക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേഗത്തിലാണ് പല ഭാഗത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈൻ ബോർഡും ലൈറ്റും അതേപോലെ VMS ക്യാമറ കാര്യങ്ങളൊക്കെ വെക്കുന്ന പണികൾ ഏറ്റവും നല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലാണ്. അതേപോലെ മെർജിങ് പോയിന്റ് മാർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഈ ഒരു 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലാണ്. കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചിലും മെർജിങ് പോയിന്റ് മാർക്കിങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ മെർജിങ് മാർക്കിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ലൈറ്റ് വെക്കുന്ന പണികളും അതേപോലെ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വയഡക്റ്റിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ സുഹൃത്തുക്കളെ സത്യം പറയല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റാഹത്തുണ്ട്. കാരണം 2 വർഷമായി നമ്മൾ ഈ ഒരു ഹൈവേയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ പണി, ഈ ഒരു ഗഡറൊക്കെ വെക്കുന്നതിന് മുമ്പ് പിയറിൻ്റെ പണികൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മളെ മനസ്സിലോട്ട് വരികയാണ്. അന്ന് ഈ ഭാഗം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ കണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങി. നാട് മാറിയൊരു മാറ്റം. നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഒരു കമ്പനി ഏറ്റെടുത്തിക്കണല്ലോ, അതേപോലെയൊക്കെയാണ് പണി നടക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കൂടെ പൊടി നിന്നുകാണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. സുഹൃത്തുക്കളെ, ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ നല്ല പച്ചപ്പുണ്ട്. പാടത്ത് ചെറുതായിട്ട് ആ പച്ചപ്പ് ഇങ്ങനെ വന്നപ്പോൾ റോഡിന് ഒന്നും കൂടി മൊഞ്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേര സമയത്ത് അസ്തമയ സൂര്യനൊക്കെ കണ്ട് ഇതിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ സുഹൃത്തുക്കളെ എന്നെ ഓർത്തേക്കുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ബൈപ്പാസ് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഭാഗം ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസ് കേട്ടോ. അല്ലെങ്കിൽ അസ്തമയ സൂര്യനൊക്കെ ആസ്വദിച്ചുകൊണ്ട് വയഡക്റ്റിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ ചിലപ്പോൾ എന്നെ ഓർക്കും. അത് മതി നമുക്ക്. എന്താ റോഡ് വരെ സുഹൃത്തുക്കളെ, നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഏതായാലും ഞാനിവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിക്കേണ്ടി. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.
ജയ് ഹിന്ദ്.